എന്താടാ എല്ലാരും വല്ലാണ്ടിരിക്കുന്നേ? ഇവിടെ ആരെങ്കിലും ചത്തോ? ചോട്ടോ പോയൊരു കുഷ്ക വാങ്ങിച്ചോണ്ടോ? എന്താടാ നോക്കിയിരിക്കുന്നേ? അരെ ജാരേ റോക്കിയെ അവര് പിടിച്ചു. ഇനായത്ത് ഖലീലിന്റെ ബോട്ടുകൾ നമ്മുടെ തീരത്തെത്തും. ബോംബെ നമ്മുടെ കൈവിട്ടു പോകും. ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. എനിക്ക് സമ്മാനമായി അവന്റെ ചങ്ക് വേണം, പിന്നെ അവന്റെ 2 കണ്ണും വേണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവനെ എന്ത് ചെയ്യണം? ചോട്ടു, കുഷ്ക ക്യാൻസൽ. ബിരിയാണി തന്നെ ആയിക്കോട്ടെ, അതിന്റെ കൂടെ കുറെ സവാളയും കൂടി വാങ്ങിച്ചോ. ചോരയുടെ മണം കേട്ട് പിരാന മീനുകളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. 15 വർഷമായി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാതിരുന്ന കാര്യം നിങ്ങളുടെ മകൻ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു. പക്ഷേ ആ മീനുകൾക്കറിയില്ല ആ ചോര അവരെ വേട്ടയാടുന്ന ശ്രാവിന്റെ ചോരയാണെന്ന്. അവനിപ്പോ എവിടെയാ? കെട്ടി തൂക്കിയിരിക്കുക. അവനല്ല, എന്റെ മകൻ എവിടെയാ? അങ്ങയുടെ മകൻ അവന്റെ മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. കൊടുങ്കാറ്റിനെ തൂക്കിയിടാനാകില്ല. എന്ത് നോക്കി നിൽക്കുക? കൊല്ലണവനെ! കൊടുങ്കാറ്റിൽ നിന്ന് ഓടി ഒളിക്കണം. ബോംബെ എന്റെ സ്വന്തമാണെന്ന് പറഞ്ഞ് റോഡുകളിലൂടെ നടന്നവരെയെല്ലാം അവൻ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അവരെയെല്ലാം അതേ റോഡുകളിലിട്ട് തന്നെ അവൻ വെട്ടിക്കൊല്ലും. എന്റെ ചോരയുടെ നിറവും ചുവപ്പ് തന്നെയാ. ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ ബോംബെയിൽ വന്നത് തീക്കനലിൽ വീണതുപോലെയായി. ഇതേ ചേരിയിലെ ആൾക്കാർ കഴിക്കാൻ ഭക്ഷണം ചോദിച്ചതിനും കിടക്കാൻ 3 അടി സ്ഥലം ചോദിച്ചതിനും എന്നെ തല്ലി. അന്ന് മുംബൈക്ക് മനസ്സിലായില്ല അവർ തട്ടിക്കളിക്കുന്നത് ഇരുമ്പിനെയാണെന്ന്. ഉലയിൽ ഊതി ഊതി അടിച്ചടിച്ചവരാ ഇരുമ്പിനെ കത്തിയാക്കി. കത്തിക്കൊന്നല്ലേ അറിയൂ. नहीं रे, तेरा बाप का और तेरा बाप मैं हूँ. എന്താടാ ഇവരെ തല്ലുന്നുകൊണ്ട് നീ പേടിച്ചു പോയോ? അവരെ ഞാനൊന്ന് ചിയേഴ്സ് പറഞ്ഞ് സിപ്പ് ചെയ്തല്ലേ ഉള്ളൂ. നിനക്ക് ഞാൻ ബോട്ടം സപ്പും അച്ചാറും ഒക്കെ കരുതി വെച്ചിട്ടുണ്ട്.
അല്ല നിന്റെ കയ്യിൽ കത്തി എവിടെ? ബോംബെയുടെ ഒരു ഭാഗത്ത് കടലാണ്, മറുഭാഗത്ത് റോക്കിയും. ഇവിടത്തെ തിരകൾക്ക് തീരത്തെ തൊടണമെങ്കിൽ പോലും അവന്റെ അനുവാദം വേണം.